മോഹൻലാലിൻ്റെ അതിഗംഭീരമായൊരു തിരിച്ചുവരവിനെക്കുറിച്ചാണ്. തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയല്ല, കാരണം അദ്ദേഹം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സ്വാഭാവികാഭിനയത്തിൻ്റെ കുലപതി എന്നൊക്കെ നമ്മൾ പറയുന്ന മോഹൻലാൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റേത് മാത്രമായ അഭിനയ ചാരുത പ്രതിഫലിപ്പിക്കാൻ പറ്റിയ വേഷങ്ങൾ അടുത്ത കാലത്തൊന്നും, നല്ല പടങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല, നല്ല കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോൾ നല്ലൊരു വേഷം, നല്ലൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് മോഹൻലാൽ നടത്തുകയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ തിരിച്ചുവരവിനെ എങ്ങനെ കാണണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. സാർ ആ സിനിമ കണ്ടു, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ സാർ ആ സിനിമ കണ്ട ഒരാളും കൂടിയാണ്. മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ട്സ് എന്ന് കുറേ കാലമായി, മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ട്സ് കാണുന്നതാണ് അഭിനയത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ മലയാളി സിനിമാ പ്രേമിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ആസ്വദിക്കാൻ ഒരുപാടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് അല്ല, ഞാൻ അജിംസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്ക് ഇഷ്ടമായത്. അതായത് ഗ്ലാഡ് ദാറ്റ് യു ആർ ബാക്ക് എന്ന അവസാനം ശരിക്കും പിന്നെ പ്രിയാമണി മോഹൻലാലിനോട് പറയുന്നുണ്ട്. അത് ആ സിനിമയിലെ ഒരു അവസാന രംഗത്ത് വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു വരിയായി അജിംസ് എഴുതിയിരുന്നു. ശരിയാണ്, മോഹൻലാൽ നമുക്ക് എല്ലാവരും ആഗ്രഹിച്ച പോലൊരു കഥാപാത്രത്തിലേക്ക് തിരിച്ച് ലാൻഡ് ചെയ്തു എന്ന് പറയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മളെപ്പോഴും കൂടെ ആ മിനിമലായിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ, ആ മിനിമൽ അഭിനയത്തിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്. അത് പലപ്പോഴും നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം ചെയ്യാൻ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം മാറിയിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപക്ഷെ ആ ദൃശ്യമാണ്, ജിത്തു ജോസഫിൻ്റെ തന്നെ സിനിമകളിലാണ്, ദൃശ്യം 2 ആയാൽ പോലും ഒരു സാധാരണ മനുഷ്യൻ്റേതായിട്ടുള്ള ജസ്റ്റേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വലിയ മാസ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ അതിലൂടെ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവരെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വക്കീലിൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മോഹൻലാൽ വക്കീലായിട്ടൊക്കെ നമുക്ക് മുമ്പൊക്കെ ചില സിനിമകളൊക്കെ അധിപൻ പോലെ കറക്റ്റ്, അങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ, അതൊക്കെ പിന്നെ കുറേ ഹ്യൂമറായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വളരെ പക്വമതിയായ, എന്നാൽ അതേസമയം ചൂളിപ്പോകുന്ന, അതായത് കോർട്ടിൽ തന്നെ ചൂളിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ചൂളിപ്പോവുക തന്നെ ചെയ്യുന്ന ഒരു വക്കീൽ, അല്ലാതെ എല്ലാ സമയത്തും വിജയിച്ച് നിൽക്കുന്ന ഒരാളായിട്ടൊന്നുമല്ല. അങ്ങനെ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന, എന്നാൽ ഫൈനലി ഭയങ്കരമായ ഇൻവോൾവ്മെൻറ്റിലൂടെ, ഡെഡിക്കേഷനിലൂടെ ഒരു കേസിൻ്റെ പരിണതി സൃഷ്ടിക്കുന്ന ഒരു വക്കീലായിട്ടാണ്, ഒരു പ്രോസിക്യൂട്ടറായിട്ടാണ് മോഹൻലാൽ രംഗത്ത് വരുന്നത്. അത് അദ്ദേഹം അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു സിനിമയാണ് എന്നാണ്, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിങ്ങിനകത്ത് ഒരുപാട്. കാരണം നമ്മൾ ഇപ്പോൾ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ദൃശ്യത്തിലെ ഓരോ സംഗതിയെയും വളരെ സൂക്ഷ്മമായിട്ടാണ്, അല്ലെങ്കിൽ ജിത്തു ജോസഫ് ചെയ്ത ചെറിയ ഏത് സിനിമകളായാൽ പോലും വളരെ കൃത്യമായി കണക്ട് ചെയ്ത് ഇതങ്ങനെയല്ല. അനാവശ്യമായ സീനുകളും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ടൈം ലാപ്സ്, ഒരു കോർട്ട് സീൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 3 അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ഹിയറിംഗ് ഉണ്ടാവുക. അപ്പോൾ ആ കോർട്ട് സീനിലേക്ക് വരാൻ വേണ്ടി ഇടക്ക് മാത്രമായിട്ട് വിക്ടിമിൻ്റെ കുറച്ച് കരച്ചിൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ കോർട്ട് പ്രൊസീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു വിവരണം വേറെ ഏതെങ്കിലും കഥാപാത്രത്തിലൂടെ കൊണ്ടുവരും, ഒരു സ്പൂൺ ഫീഡിങ് പോലെ. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ തന്നെ ബാക്ക് സ്റ്റോറി, ഒരു വഴിയരികിൽ നിന്നിട്ട് 3 കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ ഒരു കഥാപാത്രം അതിങ്ങനെ ഡയലോഗിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലല്ലോ അതൊക്കെ പഴയ സിനിമകളിലല്ലേ നമ്മൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ കണ്ടിട്ടുള്ളത്. പുതിയ സിനിമയിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. അത്തരത്തിലുള്ള ഫ്ലോസ് ഒരുപാട് ഉള്ള ഒരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കഥാപാത്രത്തിലൂടെ, അത് അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഭയങ്കരമായ വൈകാരിക ഒരു ഭാരം, അത് നമുക്ക് ആദ്യമേ വെച്ച് തരുന്ന ഒരു സിനിമ എന്നുള്ളതിൽ ആ ഭാരം ഒഴിക്കാൻ, അല്ലെങ്കിൽ ആ ഭാരം നമുക്ക് ഒഴിച്ചേ അടങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ, അതിലേക്ക് നയിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഭയങ്കര പിടിച്ചിരുത്തൽ ശേഷി സിനിമയ്ക്കുണ്ട് എന്നും പറയാം. അജിംസ്, അപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഭാധാരാളിത്തത്തിനോ ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഈ മോഹൻലാലിനെ വെച്ച് നല്ല സ്ക്രിപ്റ്റ് ഒരുക്കാനോ മോഹൻലാലിൻ്റെ അഭിനയം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ സംവിധായകരുടെയോ മിസ്സിംഗ് ആണ് മലയാളം സിനിമ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഈ മോഹൻലാലിനെ പറ്റി 2 തരത്തിലുള്ള വായനകളുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ ഫാൻസ് പറയുന്നതും മോഹൻലാലിൻ്റെ എതിരാളികൾ, നമുക്കറിയാലോ ഈ ഫാൻ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ.
അതിൽ പറയുന്നത് വിൻറ്റേജ് മോഹൻലാലായിരുന്നു നല്ലത്. ആ വിൻറ്റേജ് മോഹൻലാലിലേക്ക് മോഹൻലാൽ മടങ്ങി പോകുന്നുണ്ട്. അത് തെറ്റായ ഒരു വ്യാഖ്യാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിൻറ്റേജ് മോഹൻലാൽ ഒരിക്കലും മടങ്ങി വരില്ല, ലൈക്ക് വിൻറ്റേജ് മമ്മൂട്ടി മടങ്ങി വരാത്തതുപോലെ. കാരണം വിൻറ്റേജ് മമ്മൂട്ടി ഇന്നില്ല, വിൻറ്റേജ് മോഹൻലാലും മടങ്ങി വരില്ല. നമുക്ക് ആ കാലം നമുക്കിനി ആ മോഹൻലാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് മോഹൻലാൽ ഇപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട റോളുകൾ എന്താണ് എന്ന് മോഹൻലാൽ തീരുമാനിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ. അല്ലാതെ ഇതൊരു മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ഭാവാഭിനയ പ്രകടനമോ അല്ലെങ്കിൽ ഇതൊരു ഏറ്റവും മികച്ച ജിത്തു ജോസഫിനെയോ അല്ല. ഇതിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യം മോഹൻലാൽ തനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ എന്താണ് തിരിച്ചറിഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. അത് മോഹൻലാൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തോ ബോട്ടോക്സ് എന്നോ മറ്റു ചെയ്ത് അദ്ദേഹത്തിന് അഭിനയശേഷി പോയി എന്ന് വിലപിക്കുന്ന ആളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചിലപ്പോൾ ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മുഖപേശികളുടെ ചലനത്തേക്ക് ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് മാത്രം മോഹൻലാൽ ഇല്ലാതാവില്ല. അങ്ങനെ മുഖശേഷികളുടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അദ്ദേഹം താടി വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ ആവാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നു ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾ മലൈക്കോട്ടെ വാലിബൻ, അത് നമ്മൾ കുറേ കൂടി നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന ഒരു മോഹൻലാലിൻ്റെ കുറച്ചുകൂടി മികച്ച പ്രകടനമായിട്ടായിരിക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട് അത് ഒന്ന് LJPയുടെ സിനിമയാണ്, ലാലാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇനി എന്തുകൊണ്ട് അദ്ദേഹം താടി വെച്ച് അഭിനയിക്കുന്നു വെച്ചാൽ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അത് അയാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ത്വക്കിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് വയ്ക്കുന്നുണ്ടാവുക. എന്തുകൊണ്ട് അദ്ദേഹം താടി പിടിക്കുന്നില്ല എന്ന് ചോദിച്ച് വിലപിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് നേരിൽ വെച്ചു എന്നുള്ളതല്ല, മോഹൻലാൽ ഏത് സിനിമകളാണ് ഞാൻ അഭിനയിക്കേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നു. അത് ദൃശ്യം 1ലും ദൃശ്യം 2ലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരിൽ മോഹൻലാലിൻ്റേതാണോ ഏറ്റവും മികച്ച പ്രകടനം എന്ന് വെച്ചാൽ ഞാൻ പറയാം അത് അനശ്വര രാജൻ്റെ ആയിരിക്കും. മോഹൻലാലിനേക്കാൾ നമ്മളെ ടച്ച് ചെയ്യുന്നൊരു കഥാപാത്രം അതിൽ നായക കഥാപാത്രമായ അനശ്വരയുടേതാണ്. അത് ഒരുപക്ഷെ അനശ്വരയുടെ ഏറ്റവും മികച്ച ക്യാരക്ടറായിരിക്കും. അതിൽ അത്ര പെർഫെക്റ്റായിട്ട് ആ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ മുൻകാല സിനിമകളുടെ അത്ര എന്താണ് ക്ലിനിക്കൽ പെർഫെക്ഷനുള്ളൊരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങോ ഇതിലില്ല. ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഇമോഷണലി നമ്മൾ ഹുക്ക് ചെയ്യും ഓരോ സീനിലും. ഇപ്പോൾ ഏതൊരു ത്രില്ലർ മൂവിയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം തന്നെ കാണുമ്പോൾ അറിയാം, ദൃശ്യം കാണുമ്പോൾ തന്നെ അതിൽ ഓരോ സീൻ ബൈ സീൻ നമ്മളെ ഇമോഷണലി ത്രില്ല് ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരു നായകൻ്റെ ഒപ്പം നമ്മൾ മനസ്സാക്ഷി നിർത്തിക്കുക, അതാണ് ദൃശ്യത്തിൽ ചെയ്തത്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതിൽ ആ വിക്ടിമിനോടൊപ്പം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ പറയുന്ന സാറ് പറഞ്ഞതുപോലെ ഈ കോർട്ട് റൂം ഡ്രാമയ്ക്ക് ഇടയ്ക്കുള്ള ഫില്ലേഴ്സായിട്ട് ഈ ഇമോഷൻസ് കൊണ്ടുവന്ന് വെച്ചാൽ അത് വേറെ ഒരു പ്രതിസന്ധിയാണ് ജിത്തുവിനെ സംബന്ധിച്ച്. കാരണം ജിത്തു മാത്രമല്ല അത് ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, വേറൊരു അഭിഭാഷ ത്രൂ ഔട്ട് ആ റോളിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെഴുതിക്കൊണ്ടുവന്നൊരു തിരക്കഥയെ ജിത്തുവിൻ്റെ രീതിയിൽ മാറ്റിയതിൻ്റെ ചില ഇംപെർഫെക്ഷൻസ് അതിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാറ് പറഞ്ഞ ആ ഫില്ലേഴ്സായിട്ടുള്ള ഇമോഷണൽ സീൻസ് ഉണ്ടല്ലോ, അവിടെ പോലും അനശ്വരയും ജഗദീഷും നമ്മളെ എന്താണ് ഇമോഷണലി ഹുക്ക് ചെയ്ത് ഇതിൻ്റെ അവസാന ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നമുക്കറിയാം ജിത്തു ജോസഫിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. ജിത്തു ജോസഫിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷനെ ആ ക്യാരക്ടറിൻ്റെ മുഖത്ത് നിന്ന് കാണിക്കാതെ അതിനെതിരെ നിൽക്കുന്ന ക്യാരക്ടറിൻ്റെ മുഖഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്കാണത്. അതൊക്കെ നമുക്ക് വളരെ ടച്ച് ചെയ്യും. അത് ദൃശ്യത്തിൽ നമുക്ക് കാണാം. ദൃശ്യത്തിൽ കുട്ടിയെ തല്ലുമ്പോൾ മീനയുടെയും മോഹൻലാലിൻ്റെയും മുഖത്തേക്കാണ് ക്യാമറ പോവുക. അതുപോലെ തന്നെ ഇവിടെയും ഈ കോർട്ട് റൂം ഡ്രാമയിൽ ഒരാളുടെ സങ്കടം കാണിക്കുമ്പോൾ ആ സങ്കടം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കാണുന്ന മറ്റുള്ളവരുടെ ഇമോഷനിലേക്ക് പോയിട്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കാണ്. പക്ഷേ എന്ന് കരുതി ജിത്തുവിൻ്റെ ഏറ്റവും വലിയ സിനിമയോ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച അഭിനയമോ അല്ലാതെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നോക്കുമ്പോൾ ഹൗസ്ഫുള്ളാണ്, ഫാമിലിയാണ്. ഈ ഫാമിലി തിയേറ്ററിൽ കയറുക എന്നുള്ളത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്, ചെറിയ കാര്യമില്ല. ആദ്യത്തെ 1-2 ദിവസത്തെ ഫാൻസുകാരുടെ ബഹളം അല്ല സിനിമ ഇൻഡസ്ട്രി നിലനിർത്തുന്നത് ഫാമിലി പണം മുടക്കി ഈ സിനിമ കാണാൻ വരുമ്പോൾ അപ്പോഴാണ് ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യുക. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് ലാൽ എന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പങ്ക് ചെറുതല്ല. തീർച്ചയായും ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഭയ്ക്ക് യാതൊരു തരത്തിലുള്ള മങ്ങലുമില്ല. ഈ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തിയാൽ മതി എന്നുള്ള പൊതു വിലയിരുത്തലുകളാണ് വരുന്നത്. ഔട്ട് ഓഫ് ഫോക്കസിനത്തെ സമയം ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.